ഹലോ, ഐ ആം ഡോക്ടർ മാത്യു തെക്കേടത്ത്. കഴിഞ്ഞ 50 വർഷങ്ങളായി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒരു മലയാളിയാണ്. നൂറ്റാണ്ടിലേറെ അമേരിക്കയിലായി എന്ന് കരുതി മലയാളം മറന്നുവന്നോ, ഇവിടുത്തെ കലാ, സാംസ്കാരിക, സാഹിത്യ, രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള വ്യതിയാനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് കരുതണ്ട. മലയാളി അവൻ എവിടെ പോയാലും അവൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ചില മിത്തുകളുണ്ട്, ചില സത്യങ്ങളുണ്ട്, ചില സങ്കല്പങ്ങളുണ്ട്. മനോഹരങ്ങളായ നമ്മുടെ അമ്പലങ്ങളും അമ്പലക്കുളങ്ങളും ആമ്പൽപ്പൂക്കളും ഉത്സവങ്ങളും തൃശ്ശൂർ പൂരവും നാദസ്വര കച്ചേരികളും വള്ളംകളിയും വള്ളപ്പാട്ടുകളും ഓണവും ഓണക്കളിയും ഓണപ്പാട്ടും ഓണക്കറികളും സർവോപരി നമ്മുടെ തായമ്പക, കേരളത്തിൻ്റേത് മാത്രമായ സംഗീതോപകരണം. ഇത്ര മജസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഗീതോപകരണം ഹോളിവുഡിലോ ബ്രോഡ്വേയിലോ പോലും ഇല്ല. ഭീമൻ ദുശാസനൻ്റെ നെഞ്ചു പിളരുമ്പോൾ പിന്നിൽ ഉയരുന്ന തായമ്പകയുടെ ആ മുഴക്കത്തിൽ 1 അല്ല 9 നെഞ്ചുകൾ പിളരുന്നതായി തോന്നും. എന്നാൽ ഞങ്ങളുടെ മനസ്സിൽ ഏറ്റവും ആഴ്ന്നിറങ്ങിയിട്ടുള്ളത് മലയാള നാടകഗാനങ്ങളാണ്. ഞങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒട്ടേറെ ബിംബങ്ങളുണ്ട്. അതായത് കുമാരനാശാനും ചങ്ങമ്പുഴയും വയലാറും ദേവരാജനും തകഴിയും ബഷീറും MTയും ONVയും തോബിൽ ഭാസയും പൊൻകുന്നമർക്കിയും KPSCയും കാളിദാസ കലാകേന്ദ്രവും യേശുദാസനും കോഴിക്കോട് അബ്ദുൽ ഖാദറും സത്യനുമൊക്കെ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ ഏറ്റവും തറച്ചിട്ടുള്ളത് നാടകഗാനങ്ങളാണ്. നാടകഗാനങ്ങൾക്ക് മുള്ളും മുനയും മൂർച്ചയും ഒക്കെ കൂടും. കാരണം ഒരു പ്രത്യേക സന്ദേശം ആളുകളിലേക്ക് വഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാടകഗാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ, പാട്ടുകാരൻ നാളെയുടെ കാട്ടുകാരനാവും എന്നൊക്കെ എഴുതിയത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. നാടകത്തിൻ്റെ അവതരണ രീതി വ്യത്യാസമാണ്, അതിൻ്റെ സംഭാഷണവും വ്യത്യാസമാണ്. ഉദാഹരണമായി തിരുവനന്തപുരം EJT ഹാളിൻ്റെ സ്റ്റേജിൻ്റെ ഏറ്റവും പുറകിൽ നിന്നുകൊണ്ട് PK വിക്രമൻ നായർ ഒരു ദീർഘനിശ്വാസം ചെയ്താൽ സ്റ്റേജിൻ്റെ പുറകിലിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് ആ ചൂട് തട്ടും. ഈ നാടക ഗാനങ്ങൾ അവതരിപ്പിക്കുന്നതിന് ആ പാട്ടുകാരൻ ആ പാട്ടിൽ വിശ്വസിക്കണം, അതിൽ ലയിക്കണം, അതിൽ ആത്മാർപ്പണം നടത്തണം. ഇവിടെ സംഗീതവും സംഭാഷണവും ഗാനവും ഒന്നായിത്തീരുന്നു. അങ്ങനെ ഒരു പുതിയ ഷോൺട്ര രൂപീകരിക്കുന്നു. പാശ്ചാത്യ സംഗീതത്തിലെ ഓപ്പറ പോലെ പ്രഗത്ഭന്മാരും നാടകഗാനങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. അതൊക്കെ ശോഭിക്കാതെ പോയത് ഈ ആത്മാർപ്പണം, അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. വേറെ പല കമ്പനിക്കാരും അത്യാധുനിക സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് ഇത് ചെയ്തിട്ടുണ്ട്, അതിനും ആത്മാവ് നഷ്ടപ്പെട്ടു. ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് പണ്ട് KS ജോർജ് പാടിയതുപോലെയും സുലോചന പാടിയതും പോലെ തന്നെയാണ്. ഒറ്റ വ്യത്യാസം, ഒരു പാട്ടിൻ്റെ ജന്മത്തിൽ അതിനുണ്ടാകുന്ന വേദനകൾ, അതിൻ്റെ പിന്നിലെ പ്രതിഭകൾ, അവരുടെ വികാര ചലനങ്ങൾ, അവരുടെ ഉദ്ദേശങ്ങൾ, നമുക്കറിയാത്ത പല കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ടാവാം. അതൊക്കെ ഒന്ന് പറഞ്ഞ് നിങ്ങളെ ഈ പാട്ട് കേൾക്കുന്നതിന് വേണ്ടി ഒന്ന് ക്രമപ്പെടുത്തുകയാണ് എൻ്റെ ഉദ്ദേശം. സദയം സ്വീകരിക്കുക. താങ്ക് യു.